1980 എന്നത് ഗൃഹാതുരമായ കാലത്തിന്റെ ഓർമ്മയാണ്. അബൂ സലീമിനെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ കാലമായിരുന്നു അത്. ഇതാണ് ഈ ഭക്ഷണശാലയ്ക്ക് ഇങ്ങനെയൊരു പേര് നൽകാൻ കാരണം. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി റോഡിലുള്ള കാപ്പംകൊല്ലി പാതയോരത്താണ് 1980 പ്രവർത്തനം തുടങ്ങിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഈ നാട് അതിജീവന പാതയിലാണ്. പുതിയ സംരംഭങ്ങൾക്കുള്ള പ്രോത്സാഹന വഴിയാണിതെന്ന് അബൂ സലീം പറയുന്നു. കാരണം ഞങ്ങൾ ഇതിനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും സംശയം പറഞ്ഞു, ഇങ്ങനെ മേപ്പാടിയിൽ ഇപ്പോൾ ഈ സമയത്ത് ഇത് നമുക്ക് വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ? വിജയമാവലാണ്. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമല്ല. പിന്നെ ഒരു ഗോൾഡൻ എറ, നമ്മളൊരു നൊസ്റ്റാൾജിയനെ ഫീൽ ചെയ്യുന്ന ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു തീം റെസ്റ്റോറൻറ്റ് തന്നെ പോകുന്നതും. ട്രഡീഷണൽ ആർക്കിടെക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാം ഈ ബിൽഡിംഗ് തന്നെ 1947 ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. ഇതൊരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറാണ്. അപ്പം ട്രഡീഷണൽ ആർക്കിടെക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു തീം ബേസ്ഡ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. വിജയരാഘവൻ, സൗബിൻ ഷാഹിർ, ദേവൻ, ഹരീഷ് കണാരൻ, സ്ഫടികം ജോർജ് തുടങ്ങി താരങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഉദ്ഘാടനത്തിന് എത്തിയത്. എല്ലാവരും വയനാടിന്റെ ദുരന്താനന്തര അതിജീവനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വയനാട് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നൊരു പബ്ലിസിറ്റി ലോകമെമ്പാടും പറഞ്ഞിരുന്നു. അതിന് വിപരീതമായിട്ട് അബൂ സലീം ചെയ്ത ഈ ഒരു പ്രവൃത്തി ഈ നാടിനെ ഉയർത്താൻ, ഉണർത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. നമുക്കറിയാം, വയനാട് തകർന്നു, മുണ്ടക്കൈ ദുരന്തം മൂലം തകർന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ നിഷ്ഠിതരായി നിൽക്കുവാനല്ല, ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ, ഈ കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ, ഭാരതത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ആണ് നമ്മൾ. മുണ്ടക്കൈ ഇപ്പോഴും സജീവമാണ്, വയനാട് സജീവമാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ 1980s ഉദ്ഘാടനം. നമുക്ക് ഇവിടുത്തെ പഴയ പോലെ തന്നെ വയനാട് പിന്നെയും നമുക്കൊന്ന് ഉയർത്ത് കൊണ്ടുവരണം, പഴയൊരു ടൂറിസം വരണം, എല്ലാവരും ഒന്ന് ഉഷാറാവണം, അതിനുവേണ്ടി എല്ലാവരും കൂടെ നിൽക്കണം. വയനാട്ടിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രമുഖരും ചടങ്ങിനെത്തി.